ഈ നിത്യകല്യാണി അഥവാ വിൻകാറോസിയുടെ ഇലകൾ ശ്രദ്ധിച്ചോ? നല്ല വലിപ്പമുണ്ട്. തൊട്ടടുത്ത് ചെറിയ ചെടിച്ചട്ടിയിലുള്ള വിൻകാറോസിയുടെ ഇലകളുടെ ഇരട്ടിയല്ല, ഒരു 4 ഇരട്ടി ഏരിയ ഉണ്ടാവും കണ്ടാൽ. അത് കണ്ടില്ലേ? അപ്പുറത്ത് വെള്ള പൂവായിട്ട് നിൽക്കുന്ന വിൻകാറോസിയ. ഇതെല്ലാം ഒരേ ചെടിയിൽ നിന്ന് വന്നതാണ്. കാരണം മുമ്പ് ഇവിടെ കുറച്ച് ചെടികൾ കൂർക്ക നട്ടപ്പോൾ അതിൻ്റെ കൂടെ പോട്ടി മിക്സിൽ നഴ്സറിയിൽ നിന്ന് പെട്ടിട്ടോ മറ്റോ കുറച്ച് വിൻകാറോസിയ ചെടികളുണ്ടായി. അപ്പോൾ അതിൻ്റെ തലമുറകളാണ് ഈ വരുന്ന ചെടികളൊക്കെ. അപ്പോൾ ആ ചെറിയ ചെടിച്ചട്ടിയിലുള്ളത് ഒരെണ്ണം, ഇത് വേറെ ഒരെണ്ണം അറിയാതെ വിത്ത് എവിടെയോ ടൈൽസിൻ്റെ ഇടയിലൊക്കെ കിടന്ന് അവിടെ ഒരു തൈ മുളച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒന്നും എന്തായാലും വളരില്ല, ഇവിടെ ഒരു വലിയ ചെടിച്ചട്ടി ഉണ്ട്, സൂര്യകാന്തി ചെടികൾ ഉണ്ടായിരുന്നത്. സൂര്യകാന്തി ചെടികൾ പോയപ്പോൾ ആദ്യം ചീര നട്ടു, പിന്നെ ചെടികളൊക്കെ പറിച്ച് നട്ട ശേഷം മുളക് നട്ടു, പിന്നെ ഇപ്പം ഇതാ ഈ നിത്യകല്യാണി ചെടിയും അതിൻ്റെ കൂടെ പറിച്ച് നട്ടു. അഭൂതപൂർവമായ വളർച്ച എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ മുളക് തൈകളൊക്കെ അതിൻ്റെ മുമ്പേ ഉള്ളതാണ്, അതിനുള്ള വളർച്ചയെക്കാട്ടും കൂടുതലുണ്ട്. ഇതിൻ്റെ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആനച്ചെവി പോലെ വലിയ ഇലകളാണ്. കാണാൻ നല്ല സന്തോഷമുണ്ട്. ആകെ ഒരു സന്തോഷക്കുറവേ ഉള്ളൂ, ഇത് വെള്ളപ്പൂ ഉണ്ടാവണ വിൻകാറോസിയാണ്. കഴിഞ്ഞ ദിവസം ഒരു വർക്ക്ഷോപ്പ് പോയപ്പോൾ അവിടെ നല്ല പിങ്ക് നിറമുള്ള പൂക്കളുള്ളതും വെള്ളയും കണ്ടു. വേറെ വല്ല നിറമായിരുന്നെങ്കിൽ, കുറേ നിറങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, കുറച്ചുകൂടെ ഭംഗിയുണ്ടായേനെ. കാരണം വെള്ള ഇപ്പോൾ ഇവിടെ കുറച്ച് കാലമായിട്ടുണ്ടല്ലോ, അത് കണ്ടു മടുത്തു. പക്ഷെ ഇപ്പോൾ തൽക്കാലം വേറെ കളറ് വിത്തൊന്നും കിട്ടിയിട്ടില്ല. വിത്ത് എവിടെ നിന്നാണ് കിട്ടുക എന്ന് അറിയില്ല.